ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിച്ചിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യം കാലെടുത്ത് വെച്ചത് ബിഗ് ബോസ് സീസണിൽ തിരഞ്ഞെടുക്കപ്പെട്ട കോമണർ മത്സരാർത്ഥിയായിരുന്നു. മൈജിയുമായി ചേർന്ന് നടത്തിയ കോമണർ കോണ്ടസ്റ്റിൽ നിന്നും ബിഗ് ബോസ് തിരഞ്ഞെടുത്ത മത്സരാർത്ഥി അനീഷ് ടി എ ആയിരുന്നു. അനീഷ് ടി എയുടെ പ്രൊഫൈലുകൾ എന്താണ് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പരിശോധിക്കാം. എന്നിരുന്നാലും ഒരു ഗെയിമർ എന്ന നിലയിൽ ബിഗ് ബോസ് വീട്ടിൽ കയറിയ ശേഷം വളരെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ട് അനീഷ്. മാത്രമല്ല മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യാനും ഗെയിം തുടങ്ങി വെക്കാനുമൊക്കെ അനീഷിന് കഴിയുന്നുണ്ട്. ആദ്യം അനീഷ് എത്തുകയും രണ്ടാമത് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് അനുമോളാണ്. രണ്ടാമതെത്തിയ അനുമോളോട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും വളരെ ഇന്നസെൻ്റായി സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ച് അനുമോളിലെ ടി വിയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിലുള്ള വ്യത്യാസവും സൗന്ദര്യത്തിലെ വ്യത്യാസവും ഒക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ അവരെയൊക്കെ എങ്ങനെ പ്രൊവോക്ക് ചെയ്യാം എന്ന് അനീഷ് പരീക്ഷിക്കുന്നുണ്ട്. പിന്നീട് ഷാനവാസിൻ്റെ കയ്യിലുള്ള ആംബാൻഡ് തിരികെ വാങ്ങുന്നതിന് വേണ്ടി കുറേയേറെ ശ്രമിക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഷാനവാസ് തൻ്റെ കയ്യിലുള്ള ആംബാൻഡ് മറ്റൊരാൾക്ക് കൈമാറുന്നതും മൂന്നാമതൊരാൾ തട്ടിപ്പറിക്കുന്നതുമെല്ലാം. ആ സമയത്ത് അത് സൂക്ഷിക്കാൻ കഴിയില്ലാതെ താൻ ഗെയിമിൽ തോറ്റു എന്ന് പറഞ്ഞ് പിന്നാലെ നടന്ന് പ്രൊവോക്ക് ചെയ്യുന്ന അനീഷിനെ കാണാം. അങ്ങനെ സാഹചര്യം കിട്ടുന്നിടത്തെല്ലാം, അതുപോലെ രാത്രിയിൽ ബെഡ് ചൂസ് ചെയ്യുന്ന കാര്യങ്ങളിലും ഉൾപ്പെടെ ഇതുപോലെയുള്ള അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജികൾ കാണാം. ഇത് കാണുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ സീസണിൽ രതീഷ് എന്ന മത്സരാർത്ഥി ആദ്യ ദിവസങ്ങളിൽ ഓവറായി ഗെയിം പുറത്തെടുത്ത് സഹമത്സരാർത്ഥികളെയും ഒരു പരിധിവരെ പ്രേക്ഷകരെയും വെറുപ്പിച്ച കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ഏതായാലും അനീഷ് അത്ര നിസ്സാരമായി മറ്റുള്ളവർക്ക് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥിയായി, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥിയാകാനിടയില്ല. ഏതായാലും സഹമത്സരാർത്ഥികൾക്ക് കട്ടയ്ക്ക് ഒരു മത്സരം കൊടുക്കുന്ന മത്സരാർത്ഥിയായിരിക്കും. നിങ്ങൾ ഇതുവരെയുള്ള എപ്പിസോഡും അതുപോലെ തന്നെ ലൈവും കണ്ടിട്ടുണ്ടെങ്കിൽ അനീഷിനെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ് എന്ന് കമൻറ്റ് ചെയ്യൂ.